ഞാൻ ആദ്യം എൻ്റെ ഭാര്യയുടെ സഹോദരൻ ജഡ്ജിയായിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ ഇപ്പോൾ ഹൈക്കോടതിയിലുണ്ട്. ഞാൻ അദ്ദേഹത്തിനോടാണ് ആദ്യം അഭിപ്രായം ചോദിച്ചത്, എങ്ങനെയുണ്ട് ഇങ്ങനൊരു ഒരാൾ വന്നിട്ടുണ്ടല്ലോ MP. കുഞ്ഞികൃഷ്ണൻ നല്ല അഭിപ്രായമാണ്. കുഞ്ഞികൃഷ്ണനാണ് എന്നോട് ആദ്യം പറഞ്ഞത്. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ആളായി, എനിക്ക് സ്വന്തം ആളായി. അങ്ങനെയാണ് ഈ പരിപാടിക്ക് റസാഖ് മാഷ് വിളിച്ചപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞത്. റസാഖ് മാഷ് പിന്നെ ഒറ്റ പിടിയാണല്ലോ. ഈ 3 ദിവസമായിട്ട് എന്നെ ഉറങ്ങാൻ സമ്മതിക്കാറില്ല. ശരി, ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ട് വിളിച്ചപ്പോഴും എന്നെ വിളിച്ചു. ഞാൻ റെഡി എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചിട്ടുള്ള ആശയങ്ങളുകൊണ്ട് മാറ്റിമറിച്ചിട്ടുള്ളത് അഭിനന്ദനായ ശിഹാബ് തങ്ങളാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അദ്ദേഹത്തിനോടൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ വളരെ വിശാലമനസ്കനായ, സൗമ്യനായ, ആദരണീയനായ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ആയത്ത്, ഒരു ചൊല്ല് ഒന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന്, ഗായത്രി പോലെ. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ മഹസ്വാബിരി എന്ന് പറഞ്ഞു. ഒറ്റ വാക്കാണ് പറഞ്ഞു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ വാക്ക്. എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചു. അത് സത്യം പറഞ്ഞാൽ മാപ്പ് 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 കൊടുക്കൂ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പിൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടത്. അതാണ് ദൈവത്തിന് പ്രിയപ്പെട്ട കാര്യം. ക്ഷമിക്കൂ 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 എന്നുള്ള വാക്കുണ്ടല്ലോ, അതിമനോഹരമായ ആ വാക്ക് ഞാനിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പണക്കാട്ടേക്കുള്ള വഴി നന്മകൾ പച്ച വിരിച്ച വഴി ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പച്ച വിരിച്ച വഴിയിലൂടെ പോകുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. ആ പച്ച വിരിച്ച വിരിപ്പിലൂടെ നടക്കാത്ത ഒരാളും ഈ കൂട്ടത്തിലില്ല, എനിക്കറിയാം. കേരളത്തിലെ അഭിമന്യരായ ഒരുപാട് ആൾക്കാർ, ഞാനടക്കം ആ പച്ച വിരിപ്പിലൂടെ നടന്ന ആൾക്കാരാണ്. അതാണ് എൻ്റെ ഏറ്റവും അഭിമന്യമായ ഒരു സമ്മതവും സന്തോഷവും. ഞാൻ എന്തൊക്കെ തളർന്നു എന്ന് പറഞ്ഞാലും എനിക്ക് ഈ തളർച്ചയെന്ന് കുഞ്ഞാലി സാഹിബ് ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല, എൻ്റെ അടുത്ത ഭാഗം മുഴുവൻ പോക്കാം, പക്ഷേ വലതു ഭാഗം മതി, എനിക്ക് ജീവിക്കാൻ അത് മതി. അതാണ് എൻ്റെ കാര്യം. ഞാനിവിടെ റസാഖ് മാഷ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ റെഡി. ആ സമയത്ത് കൃത്യം 4 മണിക്ക് ഞാനിവിടെ എത്തി, അല്ലേ മാഷേ? അതാണ് മനുഷ്യന് ആവശ്യം. അല്ലെങ്കിൽ മൃഗമായി പോകും. ഒരു കാലം അടിച്ചു പിടിച്ചാൽ അവിടെ കിടക്കും. ഇല്ല, അതെൻ്റെ വിധി കൊണ്ട്, എൻ്റെ വിധിയെ എൻ്റെ സ്നേഹം കൊണ്ട് മറികടക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ദൈവാധീനം എന്ന് പറയുന്നത് പഠിപ്പിച്ചിട്ടുള്ളത് എന്നെ അതാണ്. അതുകൊണ്ട് ഈ യാത്ര മനോഹരമായിട്ടുള്ള യാത്ര ആവട്ടെ, മുള്ളുകളില്ലാത്ത പൂക്കൾ മാത്രം വിരിക്കുന്ന ഒരു യാത്ര. പിന്നെ ഹാരിസ് ബീരാൻ MP-ക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതത്ര എളുപ്പമല്ല, പക്ഷേ എന്നാലും സമൂഹത്തിന് വേണ്ടി, സ്വന്തം സമൂഹത്തിന് വേണ്ടിയുള്ളത് ചെയ്യുക. അതേപോലെ ബഹുജന സമൂഹമുണ്ടല്ലോ, ബഹുജനങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ തലോടൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സ്നേഹം, നമസ്കാരം.